അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താഹിർ വ്ലോഗ്സിൽ പുരാതന മഹല്ലുകൾ എന്ന പരമ്പരയിൽ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ കാനാഞ്ചേരി എന്ന പ്രദേശമാണ്. സാമ്രാജ്യത്വ സമരങ്ങളുടെ തീഷ്ണത ഏറ്റുവാങ്ങിയ ഇവിടം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് അഥവാ 1940 ഒക്ടോബറിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന് കീഴിലായി പഞ്ചായത്ത് ഭരണ സംവിധാനവും ഇന്ന് കാണുന്ന മദ്രസ സിലബസിന് മുമ്പേ ചിട്ടയാർന്ന രീതിയിൽ മദ്രസ സംവിധാനത്തെക്കുറിച്ചും ചിന്തിച്ചു. 1917 മാർച്ച് 21 ചേർന്ന മഹല്ല് മീറ്റിങ്ങിൽ ഓത്തുപള്ളിയിൽ നിന്ന് കുട്ടികൾക്ക് മതം പഠിക്കാനായി ഒരു പ്രാഥമിക മതപാഠശാല മദ്രസ വേണമെന്നും അതിൻ്റെ കെട്ടിടച്ചെലവ് രക്ഷിതാക്കളിൽ നിന്ന് ഈടാക്കണമെന്നും പ്രാപ്തനായ ഒരു അധ്യാപകനെ നിയമിക്കണമെന്നും അദ്ദേഹത്തിന് 5 രൂപ ശമ്പളം നിശ്ചയിക്കാമെന്നും ഒരു നൂറ്റാണ്ട് മുമ്പത്തെ പള്ളിരേഖകളിൽ നിന്ന് ബോധ്യമാകുന്നുണ്ട്. ഭൗതിക പഠനരീതികളെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തിയും പരമ്പരാഗത കൃഷിരീതിയായ നെല്ല്, തെങ്ങ്, കവുങ്ങ്, വെറ്റില എന്നിവയിലൂടെ അയൽ രാഷ്ട്രങ്ങൾ വരേക്കും വ്യാപാര ശൃംഖലാ ബന്ധങ്ങളും നാടുവാഴികളും നാട്ടുഭരണ സംവിധാനങ്ങളും ആവോളം രുചിച്ചറിഞ്ഞ ഈ പ്രദേശത്തെയും അയൽ പ്രദേശക്കാരുടെയും ആത്മീയ വൈജ്ഞാനിക പ്രാർത്ഥനാ ശിലാകേന്ദ്രമായിരുന്നു കാനാഞ്ചേരി മഹല്ല്. കുറ്റമറ്റ രീതിയിൽ മുനവ്വിറുൽ ഇസ്ലാം സഭ എന്ന നാമകരണത്തിലൂടെ മഹല്ല് ഭരണ സംവിധാനത്തിൻ്റെ പിതാമഹൻ കിഴക്കേപ്പുറം അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് സൈനുദ്ദീൻ ബുഖാരി തങ്ങളുടെ പുത്രൻ അബ്ദുൽ വാഹിദ് തങ്ങൾ എന്നവർ പ്രഥമ ഖാദിയും കാര്യദർശിയുമായിരുന്നു. ശേഷം സയ്യിദ് കരീം തങ്ങളും സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങളും സ്തുത്യർഹമായ സേവനം ചെയ്തവരാണ്. ആശ്ചര്യത്തോടെ നോക്കിക്കാണാൻ, ആരാധനയോടെ നോക്കിക്കാണാൻ, വിജ്ഞാനദാഹികൾക്ക് തങ്ങളുടെ ദാഹം തീർക്കാൻ, വിജ്ഞാനസാഗരമായ പണ്ഡിത കേസരികൾക്ക് തങ്ങളുടെ അറിവ് വേണ്ടപ്പെട്ടവർക്ക് പകർന്നു നൽകാൻ പറ്റിയ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശമായിരുന്നു കാനാഞ്ചേരി. അതിൻ്റെ ഇന്നലകളിലൂടെയുള്ള ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം. കേരളക്കരയിലെ കൂടുതൽ പഴക്കമുള്ള പള്ളികളിലൊന്ന്. കൃത്യമായ കാലപ്പഴക്കമോ മറ്റോ ലഭ്യമല്ലെങ്കിലും വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 400 വർഷമെന്നും പള്ളി മെമ്പറിൽ പ്രത്യേകം രേഖപ്പെടുത്തപ്പെട്ട കണക്ക് വിശകലനം ചെയ്യുമ്പോൾ 700 വർഷത്തിന് മുകളിലെന്നും അതെല്ലാം മാലിക് ബിൻ ദീനാറും സംഘവും ഹിജറ ആദ്യപാദത്തിൽ കേരളത്തിൽ വന്ന് നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ പള്ളികളിലെന്നാണെന്നും വാമൊഴിയായി പറയപ്പെടാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനി യാത്രികനായ ഒരു സൂഫി വര്യൻ യാത്രാമധ്യേ കാനാഞ്ചേരി പ്രദേശത്ത് എത്തുകയും വിശാല വിസ്തൃതമായ പാറപ്പുറത്ത് താമസിച്ച് അടുത്തുള്ള ചിന അഥവാ തടാകത്തിൽ നിന്ന് അംഗശുദ്ധി വരുത്തുകയും പതിവായിരുന്നു. ഈ സ്ഥലം അകത്തെ പള്ളിക്ക് വടക്ക് ഭാഗത്തായി കാണപ്പെട്ടിരുന്നുവെന്ന് പുനർനിർമ്മാണ വേളയിൽ ഉള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരാളെ കേട്ടറിഞ്ഞ നാടുവാഴി ഇദ്ദേഹത്തിൽ ആകൃഷ്ടരാവുകയും അദ്ദേഹത്തിന് താമസിക്കാനും മറ്റും സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നാടുവാഴിയുടെ കുടുംബം ശേഷം ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു. ഇതിനുശേഷം യമനിലേക്ക് യാത്ര തിരിച്ച ഇദ്ദേഹം ഭാര്യയൊന്നിച്ച് ഇവിടെ വരികയും ഇദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിലൂടെ 40ഓളം വ്യക്തിത്വങ്ങൾ ഇവിടെ ജീവിക്കുകയും അവരുടെ ഖബറുകൾ പള്ളിക്ക് സമീപമുണ്ടെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. വിശാല വിസ്തൃതിയിലുള്ള പള്ളി ഖബർസ്ഥാനിൽ വിദൂര ദിക്കുകളിൽ നിന്നുള്ള ജനാസകൾ രാത്രികാലങ്ങളിൽ പോലും കാൽനടയായി എത്താറുണ്ടായിരുന്നു. 1930കളിൽ നാട്ടിൽ പടർന്നു പിടിച്ച കൊളറ മഹാമാരി കാനാഞ്ചേരിയെയും പിടിച്ചുലച്ചു. വിസ്തൃതമായ മഹല്ല് നിവാസികളിൽ നിന്ന് പലരും മരണമടയുകയും സ്ഥലപരിമിതിയും ഖബറുകളുടെ അഭാവവും നിരവധി പേരെ ഒരേ ഖബറിൽ തന്നെ അടക്കം ചെയ്യപ്പെടുകയുണ്ടായി. ആതുര ശുശ്രൂഷ രംഗവും വൈദ്യശാസ്ത്രവും കൂടുതൽ വികാസം ലഭിക്കാത്ത അന്ന് മമ്പുറത്തു നിന്ന് കൊടി കൊണ്ടുവന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് മൗലിദ് പാരായണവും പ്രാർത്ഥനയും ചെയ്യാറ് പതിവായിരുന്നു.
ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ കാനാഞ്ചേരി പ്രദേശവുമായി ബന്ധപ്പെട്ടിരുന്നെന്നും പള്ളിയുടെ വടക്ക് ഭാഗത്ത് പ്രാർത്ഥന നിരതമാകാറുണ്ടായിരുന്നെന്നും മഹാനവറുകളോടുള്ള ബഹുമാനാർത്ഥം ആ സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തിയതായി ചരിത്രാന്വേഷണത്തിൽ കാണാവുന്നതാണ്. ജമാഅത്ത്, റമദാനിലെ വിശിഷ്ടരാവുകൾ, മറ്റു പുണ്യദിനങ്ങൾ എന്നിവ ധന്യമാക്കാൻ വിദൂര ദിക്കുകളിൽ നിന്ന് രാത്രികാലങ്ങളിൽ ഫാനിസ് കത്തിച്ചും കാളവണ്ടി, മഞ്ചൽ, മറ്റു പഴയ യാത്രാ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയും എത്താറുണ്ടായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിനിടെ ഈ പള്ളിപ്പറമ്പ് മലബാറിലെ മാപ്പിളമാരുടെ ഒളിസങ്കേതം കൂടിയായിരുന്നു. നിരവധി രഹസ്യയോഗങ്ങളും ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. നടുവഞ്ചേരി ആലി മുഹമ്മദും ഓടായപ്പുറത്ത് അഹമ്മദ് കുട്ടി മുതലായ പ്രമുഖരിലൂടെയാണ് പള്ളി പരിപാലനം നടത്തപ്പെട്ടിരുന്നത്. മമ്പുറം തങ്ങളുടെ നിർദ്ദേശാനുസരണം മായപ്പുറത്ത് മൂപ്പന്മാരാണ് പള്ളിയുടെ ഓലമേഞ്ഞ മേൽക്കുര മാറ്റി മാറോടാക്കിയത്. പിന്നീട് മാറോട് മാറ്റി സാദാ ഓടാക്കിയത് 1911 ശേഷമാണ്. മാറോട് മാറ്റി സാദാ ഓടാക്കിയത് ജനങ്ങളെ കൂടുതൽ ആവേശഭരിതരാക്കി. ജുമഅാനന്തരം പള്ളിയിൽ നിന്ന് വിളംബരമുണ്ടായി. ഓട് കൊണ്ടുവരാൻ തിരുനാവായക്കടുത്ത് കൊടുക്കല്ലിലേക്ക് പോകണം. ജനങ്ങൾ ഒറ്റയായും കൂട്ടമായും കൊടക്കല്ലിലേക്കു ഒഴുകി. ജനബാഹുല്യം കാരണം ഓരോരുത്തർക്ക് ഓരോ ഓട് വീതം തന്നെ ലഭിക്കാതെ വന്നു. നിരാശരായ അവർ തിരുനാവായ പുഴയിൽ നിന്ന് തങ്ങളുടെ ധരിച്ചിരുന്ന മുണ്ടിൽ മണൽ ശേഖരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ദാനധർമ്മിയായിരുന്ന കായൽമഠത്തിൽ തറവാട്ടുകാരനവർ എല്ലാവർക്കും വയറു നിറയെ ഭക്ഷണം നൽകി പറഞ്ഞയച്ചു എന്നും ചരിത്രത്തിൽ കാണാവുന്നതാണ്. തികഞ്ഞ ബ്രിട്ടീഷ് വിരോധിയും ആലിമുമായിരുന്ന കാവപ്പുറം മൂസ മുസ്ലിയാർ ഈ നാട്ടുകാർക്ക് ധൈര്യം പകർന്ന വ്യക്തി കൂടിയാണ്. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാൻ താൽപ്പര്യമില്ലാത്തതിനാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം പള്ളിക്ക് വഖഫ് ചെയ്തിട്ടുണ്ട്. മറ്റു പലരും വഖഫ് നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വഖഫ് സ്ഥലത്തിന് മൂസ മുസ്ലിയാർ പറമ്പ് എന്ന് പറയപ്പെടുന്നു. 2008 പുനർനിർമ്മിക്കുന്നതിന് മുമ്പ് പള്ളിയുടെ തറനിലയുടെ മേൽത്തട്ടും മേൽക്കുരയും മരനിർമ്മിതവും അലങ്കൃതവുമായിരുന്നു. പള്ളിയുടെ അകത്തളത്തിലെ ഓരോ തൂണുകളും ഓരോ വലിയ വൃക്ഷങ്ങൾ തന്നെയായിരുന്നു. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ കഴുക്കോലും പട്ടികയും മറ്റു ഉരുപ്പടികളും ഇന്നത്തേക്കാൾ 10 മടങ്ങ് തന്നെ ഘനമുള്ളതായിരുന്നു. ഇന്നത്തെ പോലെ യന്ത്ര സംവിധാനങ്ങളില്ലാത്ത അന്ന് മിമ്പറിലും തൂണുകളിലും പൂമുഖത്തെ മേൽപ്പാവിലും അലങ്കരിച്ച കൊത്തുപണികൾ ആരെയും വിസ്മയിപ്പിക്കുന്നതും ആശാരിമാരുടെ കഴിവിനെ അംഗീകരിക്കുന്നതുമായിരുന്നു. പഴയ മിമ്പറിന് അതേപടി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതു കാലാവസ്ഥയിലും ശരീരത്തിനിണങ്ങുന്ന മണ്ണിനാലുള്ള ടൈൽസ് സച്ചരിതരായ തങ്ങളുടെ പൂർവികർ സുജൂദ് ചെയ്തിടമായതുകൊണ്ട് പള്ളിയുടെ പവിത്രതയും കണക്കിലെടുത്ത് അതേപടി പുനഃസ്ഥാപിക്കുകയുണ്ടായി. മുൻഭാഗത്തെ വാതിലൊഴിച്ച് പള്ളിക്കാവശ്യമായ മറ്റു മര ഉരുപ്പടികൾ പള്ളിയുടെ പഴയ മരങ്ങളാൽ നിർമ്മിച്ചവയാണ്. പ്രസ്തുത കാനാഞ്ചേരി മഹല്ല് നടത്തിപ്പ് തൂക്കരി, അടക്ക, തേങ്ങ, മറ്റു സംഭാവനകളിലൂടെയായിരുന്നു. ഇത് തികയാതെ വന്നപ്പോൾ സുമനസ്സുകളായ മഹല്ല പ്രവാസികൾ അകമഴിഞ്ഞ് സഹായിക്കുകയായിരുന്നു. 1952 മദ്രസ മുനവ്വറുൽ ഇസ്ലാം സ്ഥാപിതമാകുന്നത്. ഓടായപ്പുറത്ത് കുഞ്ഞഹമ്മദ് മാസ്റ്റർ വഖഫ് ചെയ്ത സ്ഥലത്താണ് ഇന്ന് കാണുന്ന സെക്കൻഡറി മദ്രസ നിലനിൽക്കുന്നത്. നടുവഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ മദ്രസ തുടക്കം മുതലേ അധ്യാപകനായി. 5 പതിറ്റാണ്ടിലേറെയായി 3 തലമുറകൾക്ക് വിജ്ഞാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രഭാഷകനും വിനയാന്വിതനുമായ ഇദ്ദേഹം അയൽനാടുകളിലടക്കം പ്രഭാഷണത്തിന് പോകാറുണ്ടായിരുന്നു. ഖത്തീബുമായ സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം വന്ദ്യരായ ഖാദി ഇമ്പിച്ചുകോയ തങ്ങളുടെ അഭാവത്തിൽ താൽക്കാലിക ഖാദി സ്ഥാനവും വഹിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിപ്പുള്ള മക്കൾ ആലിമീങ്ങളും ഒരാൾ പ്രസ്തുത മഹല്ലിലെ ദീനീ സേവകനുമാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു ശേഷം 2004 ഇഹലോകവാസം വെടിഞ്ഞു. ഇതേപോലെ കാനാഞ്ചേരി മഹല്ല് സംവിധാനത്തിന് ഊർജവും സമയവും നൽകിയ പ്രമുഖരാണ് നടുവഞ്ചേരി ആലിയ മുഹാജി, നടുവഞ്ചേരി ബാപ്പു ഹാജി എന്നിവരും. ഇരുവരും മഹല്ല് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മഹല്ല് നായകത്വം വഹിച്ചവരാണ്. ബാപ്പു ഹാജി മുനവ്വറുൽ ഇസ്ലാം സഭയുടെ മാനേജർ പദവിയിൽ
ദീർഘകാലം ശോഭയാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചവരുമാണ്. മച്ചിഞ്ചേരി ചേക്കുഹാജി, ഓടായപ്പുറത്ത് ബാപ്പുട്ടി ഡോക്ടർ, ഓടായപ്പുറത്ത് ബാപ്പുട്ടി മാസ്റ്റർ തുടങ്ങി 1951 മുതൽ ഒരു പതിറ്റാണ്ടുകാലം മാനേജർ തസ്തികയിലുള്ള മണ്ടായപ്പുറത്ത് അഹമ്മദ് കുട്ടി മൂപ്പൻ കോഴിക്കോട് റവന്യൂ ഇൻസ്പെക്ടറായും കലക്ടറുടെ സെക്രട്ടറിയായും KPCCയുടെ സെക്രട്ടറിയുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മഠത്തിൽ തറവാട് അന്നാട്ടുകാരുടെ ഒരു ആശാകേന്ദ്രമായിരുന്നു. തികഞ്ഞ സൂക്ഷ്മശാലിയായ നടുവഞ്ചേരി കുഞ്ഞമ്മട്ടി മാസ്റ്റർ 3 പതിറ്റാണ്ടുകാലം മഹല്ല് ഭരണം നിയന്ത്രിച്ചവരാണ്. ആദ്യകാലത്ത് അഭ്യാസിയായിരുന്ന വട്ടപ്പറമ്പ് തറവാട്ടുകാർ കായികമായും ചെപ്പടി വിദ്യയിലൂടെയും ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയവരാണ്. ഇവരും ഭരണനിർവഹണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ്. സദാസമയവും പള്ളി സേവകനായ മൊയ്തുട്ടി മുല്ലയുടെ സേവനം ആരാലും പ്രശംസനീയമായിരുന്നു. മൺമറഞ്ഞുപോയ, ഇവിടെ സ്മരിക്കാത്ത, പറയപ്പെടാത്ത ഒട്ടുമിക്ക മഹത് വ്യക്തിത്വങ്ങൾ ഈ മഹൽ മസ്ജിദിന് നിസ്സീമമായ പിന്തുണയും സേവനങ്ങളും നൽകിയിട്ടുണ്ട്. എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആഴമേറിയ ഇസ്ലാമിക കർമ്മശാസ്ത്രം, മസ്അലകൾ, ചരിത്രം, ഖുർആൻ, ഹദീസ് എന്നിവ രാപ്പകലില്ലാതെ ഈ മസ്ജിദിൽ കാലങ്ങളോളം പഠനവിധേയമാക്കിയിട്ടുണ്ട്. വിദൂര ദിക്കുകളിൽ നിന്നുള്ള വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികൾക്ക് അന്നം നൽകിയും വിജ്ഞാനം നൽകിയും ഈ നാട് ഒരുപടി മുന്നിൽ നിൽക്കുന്നു. പല പ്രമുഖരായ പണ്ഡിത കേസരികൾ ഇവിടെ മതാധ്യാപനം നടത്തിയവരാണ്. വാഴക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, പുതിയാപ്പുഴ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വളവന്നൂർ സൈദാലി മുസ്ലിയാർ, ഇമ്പിച്ചിക്കോയത്തങ്ങൾ, പൊന്മള മൊയ്തീൻകുട്ടി ഹാജി, കോടൂർ മജീദ് മുസ്ലിയാർ, OK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വേങ്ങര കമ്മുകുട്ടി മുസ്ലിയാർ, KC അബൂബക്കർ മുസ്ലിയാർ, കരേക്കാട് CK ബീരാൻ മുസ്ലിയാർ, താനവളർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, കാളികാവ് മൂസ ഫൈസി തുടങ്ങിയ പണ്ഡിത കേസരികളുടെ സേവനം ഈ നാടിന് ഒരു വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. ഒരു കാലത്ത് പഠിതാക്കളായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥി ഒഴുക്കുതന്നെ ഉണ്ടായിരുന്നു ഇവിടം. കേരളത്തിൻ്റെ ആത്മീയ രാഷ്ട്രീയ മേഖലകളെ സമന്വയിപ്പിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സഹോദരൻ ഉമർ അലി ശിഹാബ് തങ്ങളും തങ്ങളുടെ ദർസി പഠനത്തിൻ്റെ മുഖ്യ പങ്കും ഇവിടെയാണ് ചെലവഴിച്ചത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ ഉപരിപഠനാവശ്യാർത്ഥം ഈജിപ്തിലെ ജാമിയ അസ്ഹറിലേക്ക് പോയത് ഇവിടെ നിന്നാണ്. രണ്ടുപേരും വഫാത്ത് വരേക്കും ആരോഗ്യ അവശത അനുഭവപ്പെട്ടപ്പോഴും ഇവിടെ സന്ദർശകരായി വരാറുള്ളത് ഈ നാട്ടുകാർക്ക് ഇന്നും നല്ല ഒരു ഓർമ്മയാണ്. പ്രസ്തുത കാനാഞ്ചേരി ദേശത്തിൻ്റെ മതവൈജ്ഞാനിക ആരാധനാ കേന്ദ്രങ്ങളായി ചാന്തിരുത്തി, കടിയാപ്പുറം, ചിറ്റാണി, ഉമ്മർപ്പടി, തർലാട്, ചോലക്കൽ, ബോർഡുകുളം എന്നിവിടങ്ങളിലായി നമസ്കാരപ്പള്ളികൾ തല ഉയർത്തി നിൽക്കുന്നു. പ്രദേശവാസികളുടെ നിസ്സീമമായ സഹകരണം ഇവകളുടെ നടത്തിപ്പ് സുഖകരമാക്കുന്നു. പ്രസ്തുത മഹല്ല മസ്ജിദ് പഴമ നിലനിർത്തി പുതുക്കിപ്പണി കഴിപ്പിച്ചത് 2008-ലാണ്. ഇതിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം കേരളം കാണാനും കേൾക്കാനും കൊതിച്ച ഒരു വാർത്തയിലൂടെയായിരുന്നു. 2 ധ്രുവങ്ങളിലായി കഴിയുന്ന സമുദായ നേതൃത്വം മഹനീയ സാന്നിധ്യത്തിലൂടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഷെയ്ഖുന കാന്തപുരം AP ഉസ്താദും ഒന്നിച്ചു പങ്കെടുത്തപ്പോൾ വിശ്വാസികൾ ഒന്നടങ്കം തക്ബീർ ധ്വനികളാൽ സ്വീകരിക്കുകയും സന്തോഷ കണ്ണീർ പൊഴിക്കുകയും ചെയ്തു. 1000-നടുത്ത് വീടുകളുള്ള ഈ മഹല്ലത്തിനോട് അടുത്തുകിടക്കുന്ന എല്ലാ മഹല്ലുകാർക്കും വളരെയധികം ആത്മബന്ധമാണുള്ളത്. ജാതി മത ഭേദമന്യേ എല്ലാവരാലും വളരെ കൂടുതൽ ആദരവുപുലർത്തുന്ന ഈ മഹല്ലത്തിലെ നേർച്ച ആഘോഷങ്ങളിലും മറ്റു സാംസ്കാരിക സാമൂഹിക കാര്യങ്ങളിലും കൈമൈ മറന്ന് സഹകരിക്കുന്നു. റമദാനിലും മറ്റു ആവശ്യഘട്ടങ്ങളിലും യുവാക്കളുടെയും പ്രവാസികളുടെയും ഇടപെടൽ മൂലം കരുത്തുറ്റ കാരുണ്യ പ്രവർത്തനങ്ങളും മതവിജ്ഞാന ക്ലാസുകളും നടന്നു വരുന്നു. പ്രസ്തുത മഹല്ല് ഭരണ സംവിധാനത്തിന് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവും കൽപ്പകഞ്ചേരി മുൻ പഞ്ചായത്ത് ഭരണസാരഥിയുമായിരുന്ന നടുവഞ്ചേരി മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞാപ്പു സാഹിബും ജനറൽ സെക്രട്ടറിയായി മച്ചിഞ്ചേരി ബാവ ഹാജിയുമടങ്ങുന്ന 33 അംഗ കരുത്തുറ്റ ഭരണസാരഥികളാൽ ഭരണനിർവഹണം നടന്നുകൊണ്ടിരിക്കുന്നു. മഹല്ലിൻ്റെ ആത്മീയ വൈജ്ഞാനിക മേഖലകൾക്ക് ഉപദേശകനും കാര്യദർശിയുമായി മഹല്ലത്തുകാരനായ ബഹു സയ്യിദ് അബ്ദുള്ള കോയത്തങ്ങൾ എന്ന കുഞ്ഞുമോൻ കോയത്തങ്ങൾ ആദരണീയ ഖാദിസ്ഥാനം വഹിച്ചു വരുന്നു. മഹല്ല മസ്ജിദ് പരിപാലകനും സേവകനുമായി
തച്ചറമ്പിൽ അബ്ദുസ്സലാം മുസ്ലിയാരും സേവനപാതയിൽ നിറഞ്ഞു നിൽക്കുന്നു. മഹല്ല് ചരിത്രാന്വേഷണവുമായി ബന്ധപ്പെട്ട് മഹലിലും പുറത്തും ഞങ്ങൾക്ക് വിലപ്പെട്ട വിവരങ്ങൾ നൽകിയ പലരുമുണ്ട് നന്ദി പറയാൻ. പ്രായാധിക്യവും ഓർമ്മക്കുറവും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നുവെങ്കിലും ഞങ്ങൾക്ക് അഭിമുഖം തന്ന് സഹകരിച്ച തേവർ-പറമ്പിൽ കമ്മദ് ഹാജിക്ക് പ്രത്യേകം കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. ദീനീ സംരംഭങ്ങളെ അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിച്ച് സേവിച്ച പലരുടെയും പേരുകൾ വിട്ടുപോയേക്കാം. പരമാവധി എല്ലാവരെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നാഥൻ എല്ലാവർക്കും ഖൈറു ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇതുപോലത്തെ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അപേക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.